ചെറുപയർ കൊണ്ടുള്ളൊരു കുഞ്ഞു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ചെറുപയർ കറി നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നവരാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇതാ 1/2 കപ്പ് ചെറുപയർ ഞാൻ ഇന്നലെ രാത്രി നന്നായിട്ട് കഴുകി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചേരുവകൾ കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. 4-5 വെളുത്തുള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. വലുതാണ് ചേർക്കുന്നതെങ്കിൽ 2-3 മതിയാകും. ഇനി ഒരു 5-6 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി കുറച്ച് ചെറിയ ഉള്ളി കൂടി ചേർക്കാം. 6-7 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതിയാണ്. അത് കഷ്ണങ്ങളാക്കി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ചേർക്കണം. 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് 3 വിസിൽ വരുത്തി നമുക്ക് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ച് 2 വിസിൽ കൂടി വരുത്തി ഇത് വേവിച്ചെടുക്കാം. കുതിർക്കാത്ത ചെറുപയറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 5-6 വിസിൽ വേണ്ടി വരും. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 5-6 ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം. ഇതൊന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ കുക്കർ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രഷർ മുഴുവനായിട്ട് പോയിട്ടുണ്ട്. ചെറുപയർ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ്. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാണ് വേണ്ടത്. അതിനായിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയാറാകുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കുകയാണ്. ജീരകം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽ മുളകും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയാണ് ചേർക്കേണ്ടത്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നമ്മൾ ചേർത്തിരിക്കുന്ന ചെറിയ ഉള്ളിയൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 5 സെക്കൻഡ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട്. ഇത് പുട്ടിൻ്റെ കൂടെയോ പത്തിരിയുടെയോ ചപ്പാത്തിയുടെയോ കൊഴുക്കട്ടയുടെയോ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വറുത്തിട്ടത് ചേർത്തതിന് ശേഷം ഞാനിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. തേങ്ങയൊന്നും അരച്ച് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇതുപോലെ നിങ്ങൾ പലരും ഉണ്ടാക്കുന്നവരായിരിക്കും. ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ കൊഴുക്കട്ടയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് അടിപൊളി കറിയാണ്. ഒന്നുകൂടെ ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.